കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിന്റെ സഹായത്തോടുകൂടി നവകേരളം സൃഷ്ടിക്കാനാണ് കൊല്ലത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിലൂടെ പ്രഖ്യാപിച്ചതെന്ന് യുഡിഎഫ് സംസ്ഥാന കൺവീനർ എം ഹസൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഇതുവരെ ഫാസിസം വന്നിട്ടില്ലെന്നും മോദി ഗവൺമെന്റ് നവഫാസിസ്റ്റാണെന്നുമാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. നവകേരളത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ ആഹ്വാനവും നവഫാസിസത്തെക്കുറിച്ചുള്ള പ്രകാശ് കാരാട്ടിന്റെ പ്രഖ്യാപനവും മൂന്നാം വട്ടവും ഭരണം നേടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ സഹായവും മറുവശത്ത് നവഫാസിസത്തിന്റെ ആശീർവാദവും തേടി മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള പുറപ്പാടാണിത്. അപ്പോൾ ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ സഹായവും മറുവശത്ത് നവഫാസിസ്റ്റ് സർക്കാരിൻ്റെ നവഫാസിസത്തിൻ്റെ ആശീർവാദവും തേടി മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള പുറപ്പാടിനുള്ള ഒരു യഥാർത്ഥമായ അടവ് നയമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസവും വർഗസമരവുമെല്ലാം ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടിയുള്ള ഒരു നയം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കേരളം വ്യവസായ രംഗത്തും മറ്റ് രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഹസൻ അഭിപ്രായപ്പെട്ടു. അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാസ്ഥിതിക ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഭരണമാണ് പിണറായിയുടെ മൂന്നാം ഭരണമെന്ന ആശയത്തിലുള്ളതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ഹസൻ പറഞ്ഞു. വനിതകളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമെങ്ങും വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ഭരണത്തിലിരിക്കുമ്പോൾ അധികാരധാർഷ്ട്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ കുത്തക അവകാശത്തിൻ്റെയും പേരിൽ തലസ്ഥാന നഗരിയിൽ 26 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഹസൻ കുറ്റപ്പെടുത്തി. ആശാവർക്കർമാർ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും ചുട്ടുപൊള്ളുന്ന വെയിലിലും ഈ 26 ദിവസം അവർ സമരം ചെയ്യുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടി ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരധാർഷ്ട്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ കുത്തകാവകാശത്തിൻ്റെയും പേരിൽ ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. TCV തൃശൂർ.